ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചവിട്ടി തുറക്കണം. അയ്യോ വേണ്ട, കൊണ്ടുപോലെ. അമ്മ അമ്മ ഒന്ന് പറയമ്മേ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അയ്യോ എന്റെ അമ്മയെ കൊണ്ടുപോലെ സാർ, ഞാൻ കാല് പിടിക്കാം. ഇവരെ കൊണ്ടുപോലെ സാർ, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഞാൻ പറയുന്നൊന്ന് കേക്ക് സാർ. അങ്ങോട്ട് എണീറ്റ് മാറുവച്ചേ. സാർ ഞാനൊന്ന് പറയട്ടെ. പിടിച്ചു മാറ്റണോ സാർ പ്ലീസ്. ഇങ്ങോട്ട് മാറി നിൽക്ക. അമ്മ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയമ്മേ. എന്നെ ഇവിടെ തനിച്ചാക്കി പോവല്ലമ്മ. മോളെ അച്ഛ, നിങ്ങൾ രണ്ടാളും നിരപരാധികളാണെന്ന് പറയച്ച. പിടിച്ചു മാറ്റി വണ്ടി കയറ്റണോ? വന്ന് രണ്ടിനെ പിടിച്ചു കയറണോ? ഇങ്ങോട്ട് പോ. കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതല്ലേ എന്റെ അച്ഛനും അമ്മയും നിരപരാധികളാണെന്ന്. അവരെ കൊണ്ടുപോലെന്ന് പറഞ്ഞതല്ലേ ഞാൻ. അവളെയും പിടിച്ച് ജീപ്പ് കയറ്റണോ? അമ്മ എനിക്കിനി ജീവിക്കണ്ട. മടുത്തുള്ള ജീവിതം. ഇതിലും ഭേദം മരിക്കുന്നതാ. കേറി നോക്കണോ? സാർ മോളെ മോളെ വാതിൽ തുറക്ക്. മോളെ വാതിൽ തുറക്കാൻ. എടി ഷാരി, ഷാരി തുറക്ക്. മോളെ 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 ഗോപാലിട്ട് തുറക്ക്. മോളെ 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 ശാരിയെ വാതിൽ തുറക്ക്. കൊച്ചിന് സുഖമില്ലാത്തതാ. എന്തെങ്കിലും അരുതാത്ത നടന്ന സമാധാനം പറയേണ്ടി വരും നിങ്ങള്. മോളെ ചവിട്ടി തുറക്കണം. മോളെ മോളെ എന്താ എന്താ പറ്റിയേ? എന്താ എന്താണ് ഞാൻ നിലവിളിച്ചത്? എന്താ ശാരദ, എന്താ പറ്റിയേ? എന്താ? ഞാനൊരു സ്വപ്നം കണ്ടതാ. നീ ഇങ്ങനെ അതും ഇതൊക്കെ ഓർത്ത് കിടന്നിട്ടാണ് രാത്രി ഇങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ ഗോപാലട്ട, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി വിളിക്കുന്ന ദൈവങ്ങളുടെ കണക്കെടുത്ത ഗോപാലട്ടം വരെ ഞെട്ടും. ഇത്രയ്ക്ക് ദൈവങ്ങൾ ഉണ്ടോന്ന് വരെ അതിശയിക്കും. ശാരദ, ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഗോപാലട്ട. വന്ന് വന്ന് കണ്ണടച്ച ഇപ്പൊ കാണുന്നതെല്ലാം ഭയപ്പെടുത്തുന്ന കാഴ്ചകളാ. സ്വസ്ഥമായിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ? നീ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഒരാളും ഒന്നും അറിയാനും പോകുന്നില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നേ? വേലായുധൻ അയാള് ചതിക്കും. നമ്മള് രണ്ടുപേരും ജയിലിലും ആവും. ഞാൻ പറഞ്ഞില്ലേ, വേലായുധനെ പൂട്ടാനുള്ള വഴികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ അതോർത്ത് പേടിക്കണ്ട. അവനായിട്ട് ഒരു ഉപദ്രവവും നമുക്കുണ്ടാക്കില്ല. ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇപ്പൊ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്.
എന്ത് ഉറങ്ങുന്നില്ലേ? ആ വേലാതിന്റെ കാര്യം നിന്നോട് പറയാൻ പാടില്ലായിരുന്നു. ഗോപാലേട്ടൻ പറഞ്ഞില്ലെങ്കിൽ അയാൾ പറയുമായിരുന്നു. കാരണം അത് അയാളുടെ ബുദ്ധിയാ. അയാൾക്ക് പണം വേണം. അതിനുവേണ്ടി അയാൾ നമ്മളെ ബലിയാടാക്കും, അത് ഉറപ്പാ. എങ്കിലവനെ ഞാൻ കൊല്ലും. ഇവിടെ ഒരു കൊല നടത്തിയാലും 2 കൊല നടത്തിയാലും ശിക്ഷയൊക്കെ ഒരുപോലെയാ. നീ പോയി കിടക്കാൻ നോക്ക്, വെറുതെ ഉടക്കം കളയണ്ട. ഉഫ്. എന്താ ഭാമേ? ദേ രാഘവേട്ട, ഇത് കണ്ടോ? ഞാൻ ശാലിനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. നമുക്കൊപ്പം ഗുരുവായൂർക്ക് വരാൻ അവൾക്ക് പറ്റിയില്ലല്ലോ. വന്നിരുന്നെങ്കിൽ ഞാൻ കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് അവളെ ഇത് അണിയിച്ചേനെ. അതിന് ഭാമ എന്തിനാ സങ്കടപ്പെടുന്നേ? നമ്മുടെ വീട്ടിലൊരിക്കലും കൃഷ്ണൻ എല്ലാ ചൈതന്യവും ഒന്ന് തന്നെ. ഈ കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് താഴത്തെ ശാലിക്ക് കൊടുക്ക്. അപ്പൊ ആ സങ്കടം അങ്ങ് മാറിക്കിട്ടും. അത് മതിയല്ലേ? പിന്നല്ലാതെ ഇതൊക്കെ ഒരു സങ്കല്പമല്ലേ ഭാമേ? ഈശ്വരനിൽ എല്ലാം സമർപ്പിക്കുമുള്ള സന്തോഷം, അതാണ് നമുക്കുള്ള നേട്ടം. ആ, എന്നാ പിന്നെ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ആ, കൃഷ്ണനെ സാക്ഷിയൊക്കെ കൊടുക്കാം. അത്രേ ഉള്ളൂ. അമ്മേ, അമ്മ ഒന്നിങ്ങ് വന്നേ. ദാ വരുന്നു. ഇപ്പൊ വരെ. ഇവ എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? ഞാൻ പോയി നോക്കാം. മനസ്സിലായിട്ടില്ലേ? നിങ്ങളിരിക്കെ. ആ, ദേ അച്ഛൻ വരുന്നുണ്ട്. നമസ്കാരം. അമ്മ എവിടെ അച്ഛാ? അവള് മോളുണ്ട്. എന്തോടാ? ആ അച്ഛാ, അച്ഛനവരെ മനസ്സിലായ? ഇല്ലടാ, മനസ്സിലായിട്ടില്ലേ? അപ്പോ എന്നെ മറന്നല്ലേ? ഞാൻ കേളമ്പറമ്പിലെ കൊച്ചികൃഷ്ണന്റെ മോളാ. ഞാൻ ഡോക്ടറാവാൻ കാരണം ഇവിടുള്ളവരാ. കൃഷ്ണന്റെ മകൾ നന്ദന